ഫിഫ ലോകകപ്പിൽ സ്വീഡനെ തകർത്ത് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ഈ ലോകകപ്പിൽ ലയണൽ മെസ്സിക്കൊപ്പം ഗോൾ വേട്ടയിൽ 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ എംബാപ്പയും. അനിൽ വാസു വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അനിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എംബാപ്പെ കൂടെ തന്നെ ഉണ്ടല്ലേ? അതുതന്നെയാണ് KN മെസ്സിയെ വിടാതെ പിന്തുടരുകയാണ് കിലിയൻ എംബാപ്പെ. അതിലൂടെ തന്നെ ഫ്രഞ്ച് പടയോട്ടവും തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസ് അങ്ങനെ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. അതിന് അവരെ സഹായിച്ചത് അവരുടെ നായകൻ കിലിയൻ എംബാപ്പെ തന്നെയാണ്. എംബാപ്പെ ഈ മത്സരത്തിലും ഇരട്ട ഗോൾ നേടി. ആകെ 4 മത്സരങ്ങളിൽ നിന്ന് 3 കളിയിലും ഇരട്ട ഗോൾ, 1 കളിയിൽ മാത്രമാണ് ഗോൾ അടിക്കാതിരുന്നത്. ആ മത്സരത്തിൽ 2 അസിസ്റ്റുകൾ നൽകിയിരുന്നു. അങ്ങനെ ഈ ലോകകപ്പിൻ്റെ താരം ആര് എന്നത് ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എംബാപ്പയെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. മെസ്സിയേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൽ നിന്നാണ്. കൂടുതൽ അസിസ്റ്റുകളും കൂടുതൽ ഗോളുകളും ഒക്കെ തന്നെ വരുന്നത് അവിടെ നിന്നാണ്. മെസ്സിക്കൊപ്പം നിലവിൽ 6 ഗോളുകളാണ് എംബാപ്പയ്ക്ക് ഉള്ളത്. ഒപ്പം തന്നെ ഓൾ ടൈം സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിലും മെസ്സിയെ വിടാതെ പിന്തുടരുന്നുണ്ട്. മെസ്സി 19 ഗോളുമായിട്ടാണ് 1-ാം സ്ഥാനത്തുള്ളെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് 18 ഇപ്പോൾ എംബാപ്പെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മിറോസ്ലാവ് ക്ലോസയെ മറികടന്നു. അപ്പോൾ ഈ 2 താരങ്ങൾ ഈ ലോകകപ്പ് തീരുമ്പോഴേക്കും ഒരു വ്യക്തമാകും ആരായിരിക്കും അടുത്ത കൊല്ലത്തേക്ക്, ആ 4 കൊല്ലത്തേക്കെങ്കിലും ആ റെക്കോർഡ് നിലനിർത്തുക എന്ന്. എന്തായാലും ഭാവിയിൽ എംബാപ്പയ്ക്കൊപ്പം പോരേണ്ട റെക്കോർഡ് തന്നെയാണെന്ന് ഇപ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷേ എംബാപ്പെ മെസ്സി ഈ ലോകകപ്പിൽ തന്നെ മറികടന്ന് എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരനായി മാറുമോ എന്നുള്ളത് തന്നെയാണ്. ഇനി മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് വന്നാൽ എംബാപ്പയ്ക്കൊപ്പം തന്നെ ബ്രാഡ്ലി ബാർക്കോളയാണ് ഫ്രാൻസിനായി 1 ഗോൾ നേടിയത്. എംബാപ്പെ 74 മിനിറ്റുകളിൽ ഗോൾ അടിച്ചപ്പോൾ ബാർക്കോളയുടെ ഗോൾ വന്നത് 53-ാം മിനിറ്റിലാണ്. ആവേശകരമായ മത്സരം, ഫ്രാൻസിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് ആ മത്സരത്തിൽ കണ്ടത്. ഇപ്പോൾ പുരോഗമിക്കുന്ന ഇക്വഡോർ മെക്സിക്കോ മത്സരത്തിൻ്റെ കൂടി പറയാം. അതിൽ ഇപ്പോൾ ആതിഥേയരായ മെക്സിക്കോ ലീഡ് എടുത്തിട്ടുണ്ട്. 22-ാം മിനിറ്റിൽ ഹൂലിയൻ ക്യുന്യോനിസ് ആണ് ഗോൾ നേടിയത്. ക്യുന്യോനിസ് ആണ് അവരുടെ ആദ്യ ലോകകപ്പ് ഗോൾ നേടിയത്. അപ്പോൾ എന്തായാലും മെക്സിക്കോ ഈ മത്സരം ജയിച്ച് അവരുടെ ആതിഥേയരുടെ കരുത്ത് കാട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.